നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എടി നീ എന്തിനാടി ഇങ്ങനെ മേയറെ കസേര കയറി വിരിഞ്ഞിരിക്കുന്നത്? പാവപ്പെട്ടവർക്ക് വീടും വിധവാ പെൻഷനും വെള്ളപ്പൊക്ക ദുരിതാശ്വാസമൊക്കെ കളക്ടർക്ക് നേരിട്ട് അനുവദിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാടി ഇവിടെ നഗരസഭയും പഞ്ചായത്തും ഒക്കെ? കളക്ടർ നേരിട്ട് നടപ്പാക്കുമ്പോ ഞാൻ എന്ത് ചെയ്യാനാ ചിറ്റപ്പ? എടി കഴുത, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, പ്രോട്ടോകോൾ വെച്ച് നോക്കുമ്പോ കളക്ടർ മേയറുടെ താഴെ വരുത്തുള്ളന്ന്. ഭൂരിപക്ഷം കുറച്ച് കുറവാണെന്ന് കരുതി നീ എന്താ എലിയുടെ മാളത്തിൽ പോയി ഒളിക്കാൻ പോന്നോ? സ്നേഹിച്ച് ജീവിക്കണം അവസാന ശ്വാസം വരെയും. കളക്ടറായല്ല, ഒരേട്ടത്തിയായാണ് പറയുന്നത്. തെറ്റിദ്ധാരണകൾക്കിട നൽകാതെ എല്ലാം പരസ്പരം പങ്കുവയ്ക്കണം. അകന്നു പോകാൻ ഇടവരരുതൊരിക്കലും. അനു മാം, അന്വേഷിച്ചോ? ഓക്കെയാണ് മാം. ശിവദാസൻ ചേട്ടാ. മാഡം, ഇവിടെ ഇപ്പൊ വിവാഹിതരായ 6 ജോഡി ദമ്പതികൾക്കും സർക്കാരിന്റെ വക സൗജന്യ വീട്. മാഡം അതെങ്ങനെ? എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതല്ല, സർക്കാരിന്റെ ഔദാര്യമല്ല. ആ, നിർധനർക്ക് വീട് നൽകാനൊരു പദ്ധതിയുണ്ട്, സർക്കാരിന്റെ ലൈഫ് മിഷൻ. ഓ, അത് പ്രകാരം ഈ 6 ജോഡി ദമ്പതികൾക്കും വീടിന് യോഗ്യതയുണ്ടോന്ന് ഒരു ക്വിക്ക് സെർച്ച് നടത്തി നോക്കി. ആ, ദേ ആർ ലക്കി, ഓൾ ആർ എലിജിബിൾ. ഉം. സർക്കാരിന്റെ പദ്ധതി ആയതുകൊണ്ട് ഇന്ന് തന്നെ താക്കോല് വാങ്ങിച്ചു കയറി താമസിച്ചു കളയാന്ന് വിചാരിക്കരുത് കേട്ടോ. അതിന്റേതായ സമയമെടുക്കും എന്ന് കരുതി കിട്ടാതിരിക്കില്ല. സർക്കാർ സംവിധാനത്തിൽ കിട്ടാവുന്ന അത്രയും വേഗത്തിൽ. കളക്ടർ ശാലിനിയാണ് പറയുന്നത്. അത് മതി മാഡം, അത് കേട്ടാൽ തന്നെ ധാരാളം. അനു, ഇവരുടെ ഐഡിയും റേഷൻ കാർഡും പിന്നെ വിവാഹ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ആവശ്യമുള്ള രേഖകളെല്ലാം കൂടിയൊന്ന് സംഘടിപ്പിച്ച് ലൈഫ് മിഷന്റെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യണം. തീർച്ചയായിട്ടും മാം. എന്താ ചിറ്റപ്പ? ഈ പരിസരത്തെങ്ങാനും നല്ല ബലമുള്ള താഴും താക്കോലും കിട്ടുമോ? വാങ്ങിപ്പിക്കാൻ ചിറ്റപ്പ. നമ്മുടെ പാർട്ടിയുടെ നല്ല ചുണക്കുട്ടന്മാര് പിള്ളേരുണ്ട്, അവരെ വിട്ട് വാങ്ങിപ്പിക്കാം. ഒന്ന് അന്വേഷിച്ചു വെച്ചോ, നിനക്കത് ഉപകരിക്കും. എനിക്കോ? എന്തിന്? എടി നീ എന്തിനാടി ഇങ്ങനെ മേയറെ കസേര കയറി വിരിഞ്ഞിരിക്കുന്നത്? പാവപ്പെട്ടവർക്ക് വീടും വിധവാ പെൻഷനും വെള്ളപ്പൊക്ക ദുരിതാശ്വാസമൊക്കെ കളക്ടർക്ക് നേരിട്ട് അനുവദിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാടി ഇവിടെ നഗരസഭയും പഞ്ചായത്തും ഒക്കെ? കളക്ടർ നേരിട്ട് നടപ്പാക്കുമ്പോ ഞാൻ എന്ത് ചെയ്യാനാ ചിറ്റപ്പ? എടി കഴുത, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, പ്രോട്ടോകോൾ വെച്ച് നോക്കുമ്പോ കളക്ടർ മേയറുടെ താഴെ വരുത്തുള്ളന്ന്. ഭൂരിപക്ഷം കുറച്ച് കുറവാണെന്ന് കരുതി നീ എന്താ എലിയുടെ മാളത്തിൽ പോയി ഒളിക്കാൻ പോന്നോ? ചിറ്റപ്പ, അവൾക്കിപ്പോ ഭയങ്കര ജനസമ്മതിയാ. കളക്ടർ ചങ്കത്തിന്നൊക്കെയാ യൂത്ത് സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്നത്. പിന്നെ കോപ്പാണ്. അവൾക്കെതിരെ പരസ്യമായി മുട്ടിയ ജനം മൊത്തം അവളുടെ കൂടെ നിൽക്കൂ. ശാലിനിക്കൊപ്പം എന്നൊരു ഹാഷ്ടാഗ് കൂടി ഇട്ട് അവൾക്കൊപ്പം നിൽക്കാനും മൈലേജ് കൂട്ടാനും മത്സരിക്കും ഈ സോഷ്യൽ മീഡിയയിലെ ആൾക്കാര്. ഒപ്പം എന്റെ കൂടെയുള്ള 2-3 കൗൺസിലർമാര് കുതികാല് വെട്ടുകയും കൂടെ ചെയ്താ ഞാൻ എല്ലിയുടെ മാളത്തിൽ തന്നെ പോയി താമസിക്കേണ്ടി വരും ചിറ്റപ്പ. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആവുന്ന. എന്റെ 6 വർഷത്തെ തടവ് ശിക്ഷ അടക്കം കുത്തിപ്പൊക്കിക്കൊണ്ടുവരും ഓൺലൈൻ റിപ്പോർട്ടർമാര്. എന്നാ നീ ഒരു കാര്യം ചെയ്യും, വല്ല കന്യാസ്ത്രീ മഠത്തിലോ ഭജനപ്പറമ്പിലോ പോയി കുത്തിയിരിക്കാൻ പോ. ഇത്രയും സന്മാർഗത്തെ ചിന്തിക്കാനാണെങ്കിൽ പിന്നെന്തിനാണ് നീ കാശെറിഞ്ഞ് വോട്ട് വാങ്ങിയത് മേയറായതൊക്കെ?
എടി, പൊതുജനത്തിന് ഗുണമുള്ള ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ജനത്തിന്റെ കയ്യിലോട്ട് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അക്കാര്യം ജനം ഒരിക്കലും അറിയാൻ പാടില്ല. ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടെ ഇടത്തട്ടിലുള്ള ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഭാവിക്കാവൂ. അങ്ങനെ ഓരോ കാര്യം സാധിച്ചു കൊടുക്കുമ്പോഴേ അവർക്ക് അതിന് വിലയുണ്ടാവുള്ളൂ. എങ്കിലേ ഇടനില നിൽക്കുന്നവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവും. അതിപ്പോ രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അല്ലാതാണെങ്കിലും. ആരോടാ ഞാനതൊക്കെ പറയുന്നത്? സർലയുടെ മോളോട്. ബെസ്റ്റ്. ചിറ്റപ്പ അറിയാം, ചക്കരക്കുടമാണെന്ന് കരുതി തന്നെയാ മേയർക്കസര പൊന്നും വില കൊടുത്ത് വാങ്ങിച്ചത്. അതിനിടയിൽ ഈ പിശാചൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്ന ആരെങ്കിലും കരുതിയോ? കെട്ടിയെടുത്ത് കരുതി? ചിറ്റപ്പ, ഞാനൊരു മേയറാ. ഇനി നീ ഒരു മേയറാന്നുള്ള വിചാരം ആദ്യം വേണ്ട നിനക്കാ, വേറെ ആർക്കും അല്ല. മേയറാണ് എന്റെ പവർ കാണിക്കണോടി. ഇത് ഉമ്മാവ് ചൊടിയും ചൊടയില്ലാത്ത ഒരുമാതിരി പഴന്തുണി പോലെ. മോളെ, കാര്യങ്ങളൊക്കെ ഭംഗിയായി കഴിഞ്ഞില്ലേ? ആ അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം. ശരി. എടി, നീ എന്നോട് വിരോധം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ. എടി, അവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് കരുതി നീ എന്താ കെട്ടി കാശിക്ക് പോകാൻ പോവാ? തുമ്മിയെ തിരക്കുന്ന മൂക്കാണെങ്കിൽ പോട്ടത് വെക്കടി. എടി, അവള് വേണം ഇറങ്ങിയോ പറഞ്ഞ 5 ഡയലോഗ് നിനക്ക് ഓർമ്മയുണ്ടോ? എടി, കുരങ്ങിന്റെയും കഴുതയുടെ ആയുസിന്റെ കാര്യത്തെക്കുറിച്ച് ഒരു കണക്ക് നിരത്തിയല്ലോ അവള്. ആ കൂട്ടത്തിൽ അവളൊരു സിംഹക്കുട്ടിയുടെ ആയുസിന്റെ കാര്യം കൂടി പറഞ്ഞു. സിംഹക്കുട്ടി ഒരു ദിവസം ജീവിച്ചാലും സിംഹക്കുട്ടി തന്നെ ആയിരിക്കുമെന്ന്. അവളാ പറഞ്ഞതിലൊക്കെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എടി, അവക്കെല്ലാം അവിടെ പൊളിച്ചെടുക്കാൻ ഒരു ദിവസം തികച്ച് വേണ്ടാന്ന്. 1 മണിക്കൂർ മതിയെന്ന് അവള് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സത്യമാണെന്ന് എനിക്കിപ്പോ തോന്നുന്നത്. ശാലിനി പൊളി തുടങ്ങി മോളെ. മെമ്പർ സരോജത്തെയും പ്രൈവറ്റ് സെക്രട്ടറി അനുവല്ലവിയും ഒക്കെ ഇടതും വലതും നിർത്തി അവളങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ നീ നിന്നിടത്തുനിന്ന് വാലും ചുരുട്ടി ഓടും. നിന്റെ കാര്യം ഓർക്കും എനിക്ക് സഹതാപമുണ്ട് മോളെ. എന്റെ രായേട്ടന്റെ മോളെയാണല്ലോ അവൾ എന്റെ കൺമുന്നിലിട്ട് കാൽക്കീഴിലിട്ട് ചവിട്ടി അരയ്ക്കുന്നത്. ചിറ്റപ്പനൊന്ന് നിർത്തുന്നുണ്ടോ? മോളെ, നീ ഒരു മേയറാണ്. ചിറ്റപ്പൻ കണ്ടോ മേയർ ആരാണെന്നും മേയറുടെ പവർ എന്താണെന്നും? ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അസിസ്റ്റന്റ് കമ്മീഷണറായി എനിക്ക് കയറി കോർക്കാൻ പറ്റില്ലല്ലോ കളക്ടറോട്. പക്ഷെ മേയർക്ക് അതിനുള്ള വകുപ്പുണ്ട്. അവളെ സുസ്മിത ഈ നാട്ടുകാരെ മുന്നോട്ട് പൊളിച്ചെടുക്കുന്നത് എനിക്ക് കൺകുളിർക്കെ കാണണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.